എന്നെപ്പോലെ ഒരു കയ്പ്പയ്ക്ക ഹേറ്റേഴ്സ് ആണ് നിങ്ങൾ എങ്കിൽ ഒട്ടും തന്നെ കയ്പില്ലാതെ ഒരു കയ്പ്പയ്ക്ക മസാല ഉണ്ടാക്കിയല്ലോ. ഇതിനു വേണ്ടി അധികം കനം കുറയ്ക്കാതെ തന്നെ കയ്പ്പയ്ക്കയിലിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൈയും കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഈ കയ്പ്പയ്ക്ക ഒന്ന് ഇട്ട് കൊടുക്കാം. കയ്പ്പയ്ക്ക തിരിച്ചു മറിച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കയ്പ്പയ്ക്ക ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടായിരുമ്പോൾ അതിൽ കുറച്ച് ഓയിൽ വെച്ച് ചൂടാക്കി ഒരു 2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് നന്നായി പൊട്ടിച്ചെടുക്കാം. ഒരു 2 സവാള കനം കുറച്ച് അരിഞ്ഞതും ഗ്രേവിക്ക് വേണ്ട ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ കളർ മാറുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നേരത്തെ ചേർക്കാൻ മറന്നതുകൊണ്ട് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു വലിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഗ്രേവി ആക്കണ്ടേ. ഈ ഗ്രേവിയിലോട്ട് കയ്പ്പയ്ക്ക ഫ്രൈ ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിച്ചെടുക്കാം. ഒട്ടും തന്നെ കയ്പില്ലാത്ത കയ്പ്പയ്ക്ക മസാല റെഡി. എന്താ ട്രൈ ചെയ്ത് നോക്കല്ലേ.